പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ടിപ്പ്, അതായത് ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ഈ ട്യൂബുകൾ കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. ട്യൂബ് കംപ്ലൈൻ്റ് അല്ല, നമ്മളെ കണക്ഷനിൽ എന്തെങ്കിലും ചെറിയ അപാകതയോ അല്ലെങ്കിൽ ലൂസ് കണക്ഷനോ വിട്ടതുകൊണ്ട് ട്യൂബ് കത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആ സമയത്തൊന്നും നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു സീലിംഗ് ക്ലോസിൽ, ഇപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് ഈ ഒരു നമ്മളെ സൈറ്റിൽ ഒരുപാട് ട്യൂബുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നത്. അതായത് സീലിംഗ് ക്ലോസിൽ നിന്ന് നമ്മൾ വയർ വലിക്കുന്ന കേസൊന്നും പറയുന്നില്ല, അതേ വയറിങ് ചെയ്തു വെച്ച ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ട്യൂബിലേക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിന് ഓപ്പൺ ചെയ്ത് നോക്കാനൊക്കെ ചിലർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ലൂസ് കണക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലയിൻ്റൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ സൈറ്റിൽ ഒരു ട്യൂബിൻ്റെ കണക്ഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്, ഒരു ട്യൂബ് കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ട്യൂബുകൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ കൂടെയുള്ള ഗ്ലാഡ്വിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ട്യൂബിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആൾറെഡി ആദ്യം നമ്മൾ വയറിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയറിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ട്യൂബിൻ്റെ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇലക്ട്രീഷ്യന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സൂപ്പർവൈസർമാരിലെ ഇങ്ങനെ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടൊന്നുള്ളതല്ല, ഒരു സാധാരണക്കാരായ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ ഒരു ട്യൂബിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ഉള്ള ഒരു പോയിന്റിൽ ട്യൂബിൻ്റെ ഒരു കണക്ഷൻ പോയിന്റിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, വയറ് ലൂസ് കണക്ഷൻ ആണോ, അങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്കുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ലൈറ്റ് പോയിന്റ് നിൽക്കണം. ഇതുപോലെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവും, സീലിംഗ് ക്ലോസിൽ ലൈറ്റ് പോയിന്റ് ഇവിടെ ആൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ പുതിയൊരു കണക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് ഞാൻ ഇവിടെ കേബിൾ ടൈ കൊണ്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് ഇവിടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 2 അടി ദൂരമാണ് നമ്മളെ ലൈറ്റ് പോയിന്റ് ഉള്ളത്. അവിടത്തേക്ക് ഈ ട്യൂബിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം വയറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 2 കോർ കേബിളാണല്ലോ, അവിടെ ജസ്റ്റ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ജോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പക്കാക്കിയിട്ട് ടേപ്പൊക്കെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഈ കോഡ് വയർ കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലൂടെ കോഡ് വയർ ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ സീലിംഗ് ക്ലോസിൻ്റെ ഈ കവർ ജസ്റ്റ് ഒന്ന് അയക്കുക, ഒന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതിൽ 3 ടെർമിനലുണ്ടാവും. ഒന്ന് ഗ്രീന്, പിന്നെ ഒരു കളറ് വയർ ജസ്റ്റ് കാണില്ല. ഇതിപ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് ലൈൻ എന്നുള്ള ഭാഗത്താണ് ഫേസ് വരേണ്ടത്. അതുപോലെ ന്യൂട്രൽ നമ്മളെ ബ്ലാക്ക് വയർ, ന്യൂട്രൽ വയർ 2 വയർ. എർത്ത് പിന്നെ സാധാരണ ഈ ട്യൂബ് ലൈറ്റിലൊന്നും എർത്തിങ് ഉള്ള ടെർമിനലിൽ 3ാമതൊരു വയർ കാണാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ ജസ്റ്റ് ഇവിടെ ട്യൂബിൻ്റെ വയറാണ്, ഈ 2 വയർ മാത്രമേ ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു സ്ക്രൂ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിൽ നല്ല ടൈറ്റ് കൊടുക്കുക. അപ്പോൾ പഴയത് ആൾറെഡി ചെയ്ത് വെച്ചാണെങ്കിൽ എന്തെങ്കിലും ലൂസ് ഉണ്ടോ വയർ എന്തെങ്കിലും ഇതിൽ കണക്ഷൻ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും ലൂസ് ഉണ്ടോ അതല്ലെങ്കിൽ കട്ടായി പോയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പുതുതായി കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ നിങ്ങൾ മാക്സിമം നോക്കാം, അത് നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടുള്ളൂ. പിന്നെ ഇത് വയർ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് ഈ ഒരു കപ്പ് കണ്ടില്ലേ, ഈ കപ്പിൻ്റെ ഹോളിലൂടെ ഇടണം. ഉണ്ടോ, ഇതുപോലെ ഇട്ടതിന് ശേഷമാണ് ഇതിൽ കണക്ഷൻ കൊടുക്കുക. ഇതല്ലേ പിന്നെ കപ്പിടാൻ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവും, കാരണം അതിൽ അമർന്ന് നിൽക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. സിമ്പിൾ കാര്യമാണെങ്കിലും നമുക്ക് വീട്ടുകാർക്കെല്ലാം എന്ത് വളരെ ഉപകാരപ്പെടും. പലരും ഇങ്ങനെ വിളിച്ച് ചോദിക്കും, പലരും അയൽവാസികൾ അങ്ങനെ യൂട്യൂബിൽ തന്നെ നമ്മളെ പലരും കമൻ്റ് ആയിട്ടെല്ലാം ചോദിക്കലുണ്ട് സാധാരണക്കാരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നമുക്കിതൊരു വിഷയമല്ല, കാരണം അവർക്കൊക്കെ ഒരു വലിയ കാര്യമായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അറിയാത്തവർക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ വീട്ടിലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ ഫേസ് നമുക്ക് ഈ ലൈൻ എന്ന് എഴുതിയിട്ടുണ്ടാവുമായിരുന്നു, ലൈൻ ചെറിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഈ വെളിച്ചം കൂടി കാണുന്നില്ല. ലൈനിൽ നമുക്ക് ഈ ഒരു ഫേസ് സപ്ലൈ വരുന്ന ഫേസ് വയർ അതിൽ കണക്ട് ചെയ്യുക, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, ലൂസ് വരാത്ത രീതിയിൽ. അതാണ് നമ്മൾ നോക്കേണ്ടത്. ലൂസ് കോണ്ടാക്റ്റ് ആണ് ഇതിൽ കാര്യമായിട്ട് വരുള്ളൂ. ഇത് ജസ്റ്റ് എന്നത് മുകളിലേക്ക് ആക്കിയിട്ട് ആ കപ്പൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, എത്രയേ ഉള്ളൂ. ഈ ട്യൂബിൻ്റെ കണക്ഷനിൽ ഈ 2 വയർ മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ പഴയ ട്യൂബൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സീലിംഗ് ക്ലോസ് ഒന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യുക വേണ്ടു.
അപ്പോൾ ഓക്കെ, ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.